ഹായ് ഓൾ, ഞാൻ രഞ്ജു രാജേഷ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ്. എന്താണ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്വപ്ന സാക്ഷാത്കാരം, നമ്മുടെ ആഗ്രഹ സബലീകരണം എന്നൊക്കെ പറയാറില്ലേ, അതാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. അതിന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലും ചില ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജേണലിങ്. അത് നമ്മുടെ ആഗ്രഹം എന്തായാലും നമ്മളത് നേടിക്കഴിഞ്ഞതായിട്ട് സങ്കല്പിച്ച് നമ്മൾ എഴുതി വയ്ക്കുന്നു. അതായത് ഇപ്പോൾ നമുക്കൊരു ജോലിയാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളെന്തോ ആ ജോലി അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ എഴുതണം. അതായത് ഇന്ന സ്ഥാപനത്തിൽ ഇന്ന പൊസിഷനിലുള്ള ജോലി ഇത്ര രൂപ ശമ്പളത്തിൽ എനിക്ക് ലഭിച്ചതിനും നന്ദി, ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടി ചേർത്ത് എന്ന് നമ്മൾ നേടിക്കഴിഞ്ഞതായിട്ട് ഉള്ള സങ്കല്പിച്ച് നമ്മൾ എഴുതി വയ്ക്കണം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഇതുപോലെ നേടിക്കഴിഞ്ഞതായിട്ട് സങ്കല്പിച്ച് എഴുതി നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരാഗ്രഹം ഇപ്പോൾ ഏതെങ്കിലും ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ അങ്ങനെ എഴുതണം. ഇപ്പോൾ ഒരാഗ്രഹം ഒരു 11 തവണ വെച്ച് ഇതിപ്പോൾ നമുക്കൊരു ടൈം പീരീഡ് വയ്ക്കണം. ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര ആഴ്ചയെന്നോ ഇത്ര ഒരു മാസമെന്നോ അങ്ങനെ അത്രയും ദിവസം ഒരാഴ്ചയെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസമെങ്കിൽ ഒരു മാസം അങ്ങനെ അത്രയും ദിവസം നമുക്ക് ഒരേ ടൈം ഒന്നുകിൽ രാവിലെ ആണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം അങ്ങനെ ഒരു ടൈമിൽ നമ്മൾ എഴുതണം. അത് ഒരു 11 പ്രാവശ്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു 11 പ്രാവശ്യം എഴുതണം, കുറച്ച് ബെറ്ററാണ്. അങ്ങനെ എഴുതി എന്ത് ചെയ്യുക, ആ ഒരു പീരീഡ് വരെ എഴുതുക. നമ്മൾ ഏതൊരു ടൈമാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈം പീരീഡ് വരെ എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. ആ ഒരു ആഗ്രഹത്തിൽ തന്നെ സ്റ്റക്ക് ആയിരിക്കും. ഇപ്പം നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അയ്യോ അത് നടന്നില്ലല്ലോ ഇത്രയും ദിവസം അങ്ങനെ ഒരു ഡൗട്ട് അടിക്കരുത്. ഡൗട്ട് അടിച്ചാൽ നമുക്കത് മാനിഫെസ്റ്റ് ആകില്ല. അത് നമുക്ക് ഒരു ബ്ലോക്കേജ് ഒക്കെ വരും. അങ്ങനെ ഡൗട്ട് അടിച്ചാൽ അത് ശരിയാവില്ല, മാനിഫെസ്റ്റ് ആകില്ല. ഡൗട്ട് അടിക്കാതെ അത് എഴുതി കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക. അത് നടന്നോളും. അപ്പോൾ ഇതുപോലെ എഴുതി വച്ചെന്നും പറഞ്ഞ് നടക്കുമെന്ന് ചോദിക്കും. നമുക്ക് നമ്മുടെ ഇന്നർ വേർഡിൽ നമ്മൾ അതിന് വേണ്ടി ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഔട്ടർ വേർഡിൽ അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം ഒരുങ്ങുന്നുണ്ടാകും. അപ്പോൾ നമുക്കത് വരുന്നത് ഒരു അവസരമായിട്ടോ അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ വഴിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ ഒരു കിട്ടുന്ന അവസരത്തിന് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ വേറൊരു ടെക്നിക്കാണ് നമുക്ക് മാനിഫെസ്റ്റേഷനുള്ള വേഗത്തിലാക്കാനുള്ള വേറൊരു ടെക്നിക്കാണ് എന്തുവാണ് സ്ക്രിപ്റ്റിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തെ ഈ ഒരു ഇയറിലെ ഒരു ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്കൊരു സ്ക്രിപ്റ്റ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വയ്ക്കാം. അത് നേടിക്കഴിഞ്ഞതായിട്ട് സങ്കല്പിച്ച് നമുക്കൊരു സ്ക്രിപ്റ്റ് കണക്ക് എഴുതി വയ്ക്കാം. എന്നിട്ട് അത് നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം കഴിവതും രാവിലെയും നമ്മളിപ്പോൾ ഉറങ്ങി എണീക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു ടൈമിലും അതുപോലെ ഉറങ്ങുന്നതിന് മുന്നുള്ള ആ ഒരു ടൈമിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ക്രിപ്റ്റ് ഡെയിലി വായിക്കുക. അതും നല്ല എഫക്റ്റീവാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, താങ്ക് യു.